ഞാൻ ബ്ലോഗിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിൽ ഇന്നാണൊക്കെ അവസരം കിട്ടുന്നത്. എന്താന്നല്ലേ, പാലട പായസം ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെ വെച്ചാല് എന്റെ അമ്മക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാത്രമാണെങ്കിൽ ഇതൊക്കെ മേടിക്കാനായിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ. കാരണം പാല് മേടിക്കണം, അതിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ മേടിക്കണ്ടേ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നാണ് പുറത്തേക്ക് ഇറങ്ങാനാവാത്ത അവസ്ഥയാണ്. തീ കത്തുന്ന വെയിലായിരുന്നു. അങ്ങനെ കടയൊന്നും തുറന്നിട്ടുണ്ടായില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് അങ്കിള് കടയൊക്കെ തുറന്നത്. അങ്ങനെ പാല് മേടിച്ച് വീട്ടിലേക്ക് അമ്മയുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ വറക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഞാനാണ് വറക്കേണ്ടത്, അമ്മയെല്ലാം വറക്കേണ്ടത്. അമ്മേന്റെ കയ്യിലും പിടിച്ചു വാങ്ങി ഞാൻ വറക്കാൻ തുടങ്ങി. അണ്ടിപ്പരിപ്പൊക്കെ ചൂടൊക്കെ ഉണ്ട്. ഈ കാണുന്ന പാത്രത്തിൽ നിന്ന് ഈ കാണുന്ന പാത്രത്തിലേക്കാണ് പാലൊക്കെ ഒഴിക്കേണ്ടത്. എന്നിട്ട് വേണം എങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടത്. ഇനി വേണ്ടത് അതിന് വേണ്ട അടയാണ്. അട നമ്മളെ കയ്യിലുണ്ട്. ഓണത്തിനിട്ട് കിറ്റ് ഉണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നു അടപ്പായസിന് വേണ്ട അട. അടുത്ത പ്രോസസ് എന്താ വെച്ചാൽ അട ഇങ്ങനെ കുറുക്കി എടുക്കണം. കുറുക്കി എടുത്തിട്ട് അതിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ല രീതിയിലാണ് ഇളക്കൽ. ഞാൻ പണ്ടേ ബെസ്റ്റ് ആയിട്ട് അമ്മ എന്നെ കൊണ്ട് ഇളക്കിപ്പിച്ചു. ഇത്രയും പ്രോസസ്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ പായസം റെഡി. അങ്ങനെ അണ്ടിപ്പരിപ്പിടുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ഒന്ന് കൈ പൊള്ളിയായിരുന്നു. കുറച്ച് കൈയൊക്കെ പൊള്ളിയെങ്കിൽ എന്താ എന്റെ കിടിലും പായസം അങ്ങനെ റെഡി ആയി കഴിഞ്ഞില്ല. ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ല പായസം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ഈ ഒരു ഗ്ലാസ് പായസം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പായസം ഞാനും കുടിച്ച് അങ്ങനെ വീഡിയോ എടുത്താണ്. അത്രയും ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.